അവിടെ ഇന്നലെ ബർത്ത്ഡേ ആയിട്ട് എല്ലാവരും വന്നു കേട്ടോ വീട്ടിൽ. അടിപൊളി പരിപാടിയായിരുന്നു. സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. നല്ല കാറ്ററിംഗ് ആയിരുന്നു. കാറ്ററിംഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ന് സുമേഷിന്റെ കല്യാണത്തിന് പോണ്ടേ? വെടിക്കെട്ടിന് മുമ്പ് അവിടെ എത്തണ്ടേ? പിന്നല്ല കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ ചോറുണ്ണാൻ ഇവിടെ ഇഷ്ടം പോലെ ആനയുണ്ട്. ഇവിടെ തൃക്കടവൂർ ശിവരാജൊക്കെ ഉണ്ട്. നീ റെഡി ആയിട്ടോ കേട്ടോ. എന്ത് തേങ്ങയോടായി പറയുന്നത്? അണ്ണാ കിടിലൊരു കൊച്ചണ്ണ. എടാ ഉപ്പും കൂട്ടി അടിക്കാനാണ് പൊളിക്കും. രാജാപ്പാട്ട് സാധനമായിരിക്കും. ഉപ്പും കൂട്ടി പക്ഷെ പച്ച ആയിരിക്കണം. പെണ്ണിന്റെ കാര്യം പറഞ്ഞ എന്റെ വായി വെള്ളം വരുന്നടാ. മാങ്ങാ സീസൺ അല്ലേ? ഞാൻ പോയി 2 മാങ്ങ വെച്ചിട്ട് വരാം. പെണ്ണ് തന്നെയല്ലേ മാങ്ങല്ലോ അതിൽ ഉണ്ണിയണ്ണ എന്ത് പറ്റിടാ? അയാള് പരസ്പരം എന്തല്ല പെരുമാറുന്നു. ഞാൻ ഉപ്പ് വാങ്ങാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അയാള് കേൾക്കുന്ന അപ്പുണ്ണേരെ കുണ്ടിന്ന് തന്നെയാണ് ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ കല്യാണത്തിന് പോകാൻ വിളിച്ചപ്പോൾ അവൻ പറയാം വാടാ വെടിക്കെട്ട് കാണാൻ പോവാൻ. നമുക്ക് എങ്ങനെയല്ല അവനൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നമുക്ക് അങ്ങനെയാണ് ഇപ്പൊ തന്നെ പൊക്കിക്കൊണ്ടു തന്നെ പോകാം. ഉണ്ണിയണ്ണ ഓ എവിടെ പോറാ? നമ്മളൊരു സ്ഥലം വരെ പോണ്. പൂരത്തിന് പോണ്ട നമുക്ക്. ചെമ്മമാറ്റം എടുത്തോ? ഗോള് ഞാൻ നിൽക്കുക. പെട്ടെന്ന് വിടും. ഹോസ്പിറ്റലിൽ കുഴപ്പമില്ല. കയറി വരും. ഡോക്ടർ 2 ദിവസമായിട്ട് ഇങ്ങനെ പരസ്പരം എന്തല്ലാതെ പെരുമാറും. നോക്കൂ. ഓക്കെ നിങ്ങളൊക്കെ പുറത്തേക്ക്. ശരിക്കും എന്താണ് മോന്റെ ബുദ്ധിമുട്ട്? എന്താണ് കഴിച്ചിട്ടാവുന്നത്? ഓ ഇതാണല്ലേ. ശരിയാക്കി തരാം. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ എങ്ങനെയുണ്ട്? പുള്ളി ഓക്കെ ആയില്ലേ? ഇതിപ്പോ തുടങ്ങിയിട്ട് 4 മാസമല്ലേ ആയുള്ളൂ. 4 മാസമായി ഡോക്ടർ തുടങ്ങിയിട്ട് അസുഖം. 5 മാസം കഴിഞ്ഞ് കൊണ്ടുവരും. അപ്പോഴത്തേക്ക് നമുക്ക് ഡെലിവറി എടുക്കാം. പിന്നെ പോകുന്ന വഴിക്ക് അവിടെ നല്ല പപ്പയ്ക്ക ജ്യൂസ് കിട്ടും. മേടിച്ചു കൊടുക്കും. കുഞ്ഞ് നല്ല പുഷ്ടിയോടെ വളരും. പിന്നെ നല്ലൊരു കെയർ ചെയ്യണം കേട്ടാ. ഡോക്ടർ വരുന്ന ക്രിക്കറ്റ് കളിക്കാൻ? ഇല്ല, എനിക്ക് പെയിന്റ് അടിക്കാനുണ്ട്.